അതെ, നമ്മളെ കുഞ്ഞുനാളിലെ എന്താണ് നമ്മളെ പേരൻസ് ഇന്ന് കേൾക്കുന്നത്, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നല്ലേ. അതുപോലെ ഹെൽത്തി ഫുഡ് കഴിച്ചു വരുന്ന ഒരാളാണ് കേട്ടോ ഇത്. തടിച്ചു കൊഴുത്തിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ജീവജാലങ്ങൾക്ക് എൻ്റെ ചെടികളും പൂക്കളും ഒരു ഉപജീവന മാർഗം കൂടിയാണ് കേട്ടോ. എപ്പോഴും പൂക്കൾ തന്നെ കാണിക്കുമ്പോഴേ എങ്ങനെ പൂക്കളിൽ വന്നിരിക്കുന്ന അതിഥികളെയും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതിനാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ഇട്ടത്. ചെടികളെയും പൂക്കളെയും നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നാൽ മാത്രം പോരല്ലോ, അതിൽ ഒരുപാട് പേർക്ക് അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടും മാറുന്നുണ്ട്. അതാണ് കേട്ടോ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തന്നത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണേ, ഇനി മുതൽ ഞാൻ ചിലപ്പോഴേ ഷോർട്സ് ചെയ്യുന്നുള്ളൂ. അധികവും ലോങ് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം കേട്ടോ. കാരണം ഈ ചാനൽ വെറുതെ ഇങ്ങനെ നമ്മൾ ഷോർട്സ് മാത്രം ഇട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ സബ് മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, വാച്ച് അവറും വ്യൂസും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരിൽ ആർക്കെങ്കിലും അവരുടെ ചാനൽ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്നിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുമോ. എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് പറഞ്ഞു തന്നേക്കണേ. ഈ മല്ലികയിൽ ഇന്നലെ ഒരു മുട്ട ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. പാതി വിരിഞ്ഞൊരു മുട്ട, അതൊന്ന് വിരിഞ്ഞപ്പോൾ നല്ല ഭംഗിയിട്ടോ, രണ്ടും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ. ഇനി അതിലൊരു മുട്ടും കൂടെ ഉണ്ട്, അത് നാളെ എന്തായാലും വിരിയായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിങ്ക റോസ് ഇനിയും എനിക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അത് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി, നട്ടുപിടിപ്പിച്ചു, ഒക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഇന്നലെ അകത്ത് കയറിയത് തന്നെ. പിന്നെ ജമന്തിയിലെ എല്ലാ പൂക്കളും ഒന്നിച്ച് വിരിയാനുള്ള പദ്ധതി എന്നാണ് തോന്നുന്നത്. ഒരാൾ മറ്റേ ആളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നീ ആയിട്ടാണ് എനിക്ക് വിരിയാൻ എന്നുള്ള രീതിക്ക്. പിന്നെ റോസിൻ്റെ ഇതളുകളൊക്കെ ഓരോന്ന് കൊഴിഞ്ഞു പോകാനായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതളുകൾ ഓരോന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി, ചിലത് ഉണങ്ങി പോകാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആ ഒറ്റ മുട്ടുമ്മലാണ് ഇപ്പം നമ്മുടെ ഈ ഓർക്കിഡ് റോസ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ, അതിമൊരു ഉറുമ്പ് ഇങ്ങനെ അരിക്കുന്നതും നിങ്ങൾ കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ മൊട്ട് കാണാൻ. ഒരുപാട് പച്ച ഇലകൾക്കിടയിൽ ഒരു പൂമൊട്ട്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ചെടികളും ഞാൻ ചട്ടിയിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് അതിൻ്റെ ഷോട്ട് നിന്നിടും എന്തൊക്കെയായിരുന്നു അല്ലേ. പക്ഷേ ഞാൻ കുറച്ച് ചെടികൾ മാത്രമേ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഞാൻ കുറേ ആലോചിച്ചു, പിന്നെ ഞാൻ ചെയ്തില്ല. കാരണം എന്താണെന്നുള്ളത് ഞാൻ ലോങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഇനി ഷോർട്സ് ഞാൻ വല്ലാണ്ട് നോടില്ല, ലോങ് വീഡിയോ ആയിരിക്കും ഞാൻ ഡെയിലി ഇടുക. ചാനലിനെ പറ്റി നന്നായിട്ട് അറിയുന്നവരൊന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ആൻഡ് കമൻറ്റ്.